എന്താ സുഖമല്ലേ? ഒരു പണിയെടുക്കാതെ ഇങ്ങനെ വിശാലമായിട്ട് ഇങ്ങനെ കിടക്കണം. ഇങ്ങനെയുള്ള ആളുകളെപ്പോലും ചാടി എഴുന്നേൽപ്പിക്കാൻ ശേഷിയുള്ള കരുത്തുള്ള ഒരു മനുഷ്യൻ ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് ഇറങ്ങുന്നു. അറിഞ്ഞു കാണും, കോക്രോച്ച് പാർട്ടിയുടെ നേതാവ് പാറ്റ എന്നൊക്കെ പറഞ്ഞ ആളുകൾ നിസ്സാരമാക്കി കളഞ്ഞ, എന്നാൽ നിസ്സാരമായ പാറ്റയിൽ നിന്ന് പോലും അതിൻ്റെ ഒരു ഉൾക്കാമ്പ് ഉൾക്കൊണ്ട് വലിയൊരു പ്രസ്ഥാനമായി മാറിയ ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോൾ ഒരുമിച്ച് കൂട്ടാൻ പോകുന്നു. ഡൽഹി എയർപോർട്ടിൽ ആദ്യം വരണമെന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു വേണ്ട, അവിടെ ഒരു സുരക്ഷാ കാരണങ്ങളും മറ്റു ആളുകൾക്ക് പ്രയാസം ഉണ്ടാക്കുന്നു പറഞ്ഞിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി. അപ്പോൾ ഈ വാർത്തകളും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, പ്രത്യേക പെർമിഷനൊക്കെ വേണം ഇങ്ങനെ എടുക്കാൻ. അവർ ആവശ്യപ്പെടുന്നത് തന്നെ ഇപ്പോൾ ഇതൊരു മന്ത്രി രാജിവെക്കണമെന്നാണ്. അപ്പോൾ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് പരീക്ഷാ പേപ്പറുമായി ചോർച്ചയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ, അപ്പോൾ നമ്മളെപ്പോഴും ശക്തമായ ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിക്കണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ശക്തി നോക്കൂ, അത് ശക്തമായ ചോദ്യങ്ങൾ. അപ്പോൾ അതേപോലെ പരിഹാസത്തിലൂടെയും ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെയും ആളുകളിലേക്ക് പെട്ടെന്ന് എത്തിക്കാൻ ഈ സോഷ്യൽ യുഗത്തിൽ നമുക്ക് സാധിക്കണം. അതൊരു രണ്ട് കഴിവ്. അതിപ്പോൾ അറിവും വിവരവും വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ഒരാളല്ല. ഇതിപ്പോൾ ഇങ്ങനെ ഇത്രയും ആളുകളെ സ്വാധീനിക്കണമെങ്കിൽ, ലക്ഷക്കണക്കിന് ആളുകളെ ഇങ്ങനെ കടന്നുറങ്ങുന്നവനെ, മൊബൈൽ ഓടിച്ച് ഇങ്ങനെ നടക്കുന്നവനെ അവർക്ക് സ്വാധീനിക്കണമെങ്കിൽ അതിൻ്റേതായി മൈൻഡിൽ വർക്ക് ചെയ്യണ്ടേ, സംസാരിക്കണ്ടേ, ചോദ്യങ്ങൾ ചോദിക്കണ്ടേ, ഒക്കെ ചെയ്യണം. അപ്പോൾ വലിയൊരു കമൻറ്റ് ബോക്സിൽ ഞാൻ വലിയൊന്ന് എഴുതി കൊടുക്കുക, ഈ കോക്രോച്ച് പാർട്ടിയുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഓരോ ആളുകൾ മനസ്സിലാക്കിയിരിക്കണം. അതേപോലെ പലപ്പോഴും ഇപ്പോൾ രാഷ്ട്രീയപരമായി നമ്മളിപ്പോൾ ചിന്തിക്കുകയാണെങ്കിൽ വലിയ വലിയ സമ്പത്ത് ചെലവഴിക്കുന്നുണ്ട് രാഷ്ട്രീയ നേതാക്കന്മാർ. ഒരു പരിപാടി സംഘടിപ്പിക്കാൻ, ഒരു യാത്ര നടത്താൻ, അല്ലെങ്കിൽ കുറച്ച് ആളുകളെ കൂട്ടാൻ, അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ ചാണ്ടി ഉമ്മൻ വലിയ ചർച്ചയായിരുന്നു ഈ സോഷ്യൽ മീഡിയയിൽ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അദ്ദേഹമാണ് ഏറ്റവും കുറഞ്ഞ പൈസ ചിലവാക്കിയത്. കാരണം ചാരിറ്റിക്കും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ആ ഫണ്ട് ഉപയോഗിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പോൾ അത്ര ഒരു സ്ഥാനാർത്ഥി ഇത്ര ഫണ്ട് ചിലവാക്കുന്നതിന് ഒന്ന് നിയമമുണ്ട്, കണക്കുണ്ട് ഇതിന്. അപ്പോൾ എത്ര ആളുകൾ എത്ര പൈസ ചിലവാക്കുന്നത്. പക്ഷേ ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് കാണിച്ചു തരികയാണ് കോക്രോച്ച് പാർട്ടിയുടെ നേതാവ്. അപ്പോൾ അദ്ദേഹത്തിൽ നമുക്ക് കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ട്, മനസ്സിലാക്കാനുണ്ട്. രാഷ്ട്രീയപരമായി കൂടുതൽ മനസ്സിലാക്കുന്ന ആളുകൾക്കൊക്കെ ആവശ്യമാണ്. മനസ്സിലാക്കണം, പഠിക്കണം. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ. ഇപ്പോൾ പല രാജ്യത്തും നമ്മൾ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. പെട്ടെന്നൊരു സംഘം ബന്ധുക്കളും അട്ടിമറിച്ച് ഇടാൻ വേണ്ടി ശ്രമിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസുകളും സാധാരണ ആളുകൾ പ്രയാസപ്പെടുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. രാഷ്ട്രീയപരമായി നല്ല അറിവും കഴിവും ഒക്കെയുള്ള ആളുകൾ തന്നെ വേണം നമ്മളെ ഭരിക്കാനും മുൻപന്തിയിൽ നിൽക്കാനൊക്കെ. ചില ആളുകൾ ഭരിക്കുമ്പോഴുള്ള പ്രയാസങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ചില ആളുകൾ ഭരിക്കുമ്പോഴുള്ള സുഗുണവും അതിൻ്റെ നാടുകളിൽ അനുഭവിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. മനസ്സിലാക്കിയിരിക്കുക. രാഷ്ട്രീയപരമായ കാര്യങ്ങൾ പറയുമ്പോൾ ചില പരിമിതികളുണ്ട് പറയാൻ. അതുകൊണ്ട് ഇത്ര പറഞ്ഞ് നിർത്തുന്നു. നിങ്ങൾ വായിക്കുക, കമൻറ്റ് ബോക്സിൽ അതുമായി ബന്ധപ്പെട്ട് ഞാൻ നൽകാം, നിങ്ങൾ വായിക്കുക.